നറുചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെക്കുറിച്ചാണ്. അവയുടെ അക്രമത്തിനിരയായി ഒരുപാട് മനുഷ്യർ മരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാടുകൾ വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കാട്ടിക്കിടക്കുന്ന മൃഗങ്ങൾക്കൊക്കെ ജീവിക്കുവാനുള്ള സാഹചര്യം അവിടെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ അവരുടെ ജീവിതം നിലനിർത്തുവാൻ വേണ്ടി നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ കാട്ടിക്കിടക്കുന്ന ജീവജാലങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കുവാനുള്ള സാഹചര്യം മനുഷ്യരായി നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അവർക്ക് ഭക്ഷിക്കുവാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു മൃഗവും നാട്ടിലേക്ക് വരികയില്ല. എത്രയോ ദയനീയമാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ വന്ന് നമ്മുടെ അരിയൊക്കെ എടുത്ത് അവ ഭക്ഷിക്കുന്നുവെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം എത്രയോ താറുമാറായി കിടക്കുന്നു. ഇവിടെയാണ് നമ്മൾ ഉയർന്ന് ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും വനവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നമ്മൾ കൂടുതൽ ശ്രദ്ധ അവിടെ കൊടുത്തുകൊണ്ട് കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ ജീവിക്കുവാനുള്ള സാഹചര്യം കാടുകളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും അവരുടെ അക്രമത്തിനിരയായി എത്രയോ മനുഷ്യരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവയൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് നമ്മൾ തിരിയണം. വിദ്യാർത്ഥികളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം. കോളേജ് യൂണിയനുകളൊക്കെ ഇതിനുവേണ്ടി രംഗത്തിറങ്ങണം. വനവൽക്കരണത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും വനവൽക്കരണം കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം. തീർച്ചയായിട്ടും എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കുവാനുള്ള അവകാശം ഉണ്ട്. മനുഷ്യനെ പോലെ മൃഗങ്ങൾക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അവരുടെ അവകാശത്തിൽ നമ്മൾ കടന്നു കയറി ആക്രമിക്കുമ്പോഴാണ് പരസ്പരം അക്രമത്തിന് ഇരയായിത്തീരുക. തീർച്ചയായിട്ടും നല്ലൊരു വനവൽക്കരണം നമ്മൾ നടത്തണം. അവിടെ ഉള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യം നമ്മൾ അവിടെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. കൂടുതൽ വനപാലകരോടൊപ്പം നമ്മൾ നാട്ടിക്കിടക്കുന്ന മനുഷ്യരും കൈകോർത്താൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ സാധിക്കുമെന്നാണ് എന്ന ചിന്ത നിങ്ങളിലേക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു.